4 പതിറ്റാണ്ടിലധികം മലയോര ജനതയുടെ ആതുര സേവന രംഗത്തെ ആശ്രയമായിരുന്ന മുഹമ്മദ് ഡോക്ടറുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നാട്ടുകാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് അടുക്കം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്മാരക കമാനം ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് VP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മഹാനായ ഡോക്ടറിന്റെ ഓർമ്മ നിലനിർത്താനായി സംസ്ഥാന പാതയിൽ നിന്ന് കമ്മ്യൂണിറ്റി ഹാൾ അടുക്കം ഭാഗത്തേക്കുള്ള പഞ്ചായത്ത് റോഡിന് അന്തരിച്ച ഡോക്ടർ PK മുഹമ്മദിന്റെ പേരിൽ പുനർനാമകരണം നടത്തുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന വേളയിൽ പ്രഖ്യാപിച്ചു. 60,000-ഓളം രൂപ ചെലവിലാണ് നാട്ടുകാർ സ്മാരകം ഒരുക്കിയത്. വാർഡംഗം ഉഷാകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ നസീമ വയൽപ്പാത്ത് ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ മനു മാത്യു, അന്തരിച്ച ഡോക്ടറിന്റെ മകൾ സോഫിയ, ഓഫീസർ ക്ലബ് പ്രസിഡന്റ് ദിവാകരൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം ആഷിഖ്, കനകരാജൻ, ഫിലിപ്പുകുട്ടി, വിജയകുമാർ മാസ്റ്റർ എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി. വോയിസ് അടുക്കം പ്രവർത്തകരായ VK സാബു സ്വാഗതവും അബ്ദുൽ ജബ്ബാർ നന്ദിയും പറഞ്ഞു. ചെറുപ്പത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഡോക്ടറുമായി അടുത്ത് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാം അറിയാം, പഴയതുപോലെയല്ല ശ്രീകണ്ഠപുരത്തിലെ ഒരു ആരോഗ്യ മേഖലയുടെ മുമ്പത്തെ ഒരു നില. പയ്യന്നൂർ നമ്മളെ പാപ്പിനിശ്ശേരി സ്വദേശിയാണ് ഡോക്ടർ അല്ലേ. പാപ്പിനിശ്ശേരിയിൽ നിന്ന് ശ്രീകണ്ഠപുരത്തേക്ക് വരികയും ശ്രീകണ്ഠപുരത്തിന്റെ ഒരു ശില്പിയായി മാറുകയും ചെയ്ത ഡോക്ടറെ കുറിച്ച് നമുക്കൊരിക്കലും മറക്കാൻ സാധ്യമാവില്ല. പഴയകാലത്ത് ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത് വളരെയേറെ പിന്നോക്ക മേഖലയായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ അത്തരമൊരു സംവിധാനവും ഇല്ലാത്തൊരു കാലം. അന്നാണ് ഡോക്ടർ ഇവിടെ ഈ ആരോഗ്യ രംഗത്തെ ചുമതല നിർവഹിക്കുന്നതിനു വേണ്ടി തയ്യാറാവുന്നത്. നേരത്തെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 30 രൂപയാണെന്ന് എല്ലാത്തിനും കൂടി വാങ്ങുക. എങ്ങനെ? ഡോക്ടർ പരിശോധനാ ഫീസ്, മരുന്ന്, ഇതെല്ലാം കൂടി 30 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്നത്തെ കാലത്ത് 30 രൂപ മരുന്ന് തന്നെയാണ്. പക്ഷെ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത, വളരെ പ്രയാസമുള്ളവർക്കും അന്ന് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്കുമെല്ലാം ഒരു പ്രയാസവുമില്ലാതെ സമീപിക്കാൻ കഴിയുന്ന ഒരു ബിഷഗുരൻ എന്ന നിലയിൽ ഈ മലയോര മേഖലയുടെ എല്ലാ ആദരവും പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധ്യമായതാണ് ഏറ്റവും സുപ്രധാനം. നമുക്കറിയാം, ഇന്ന് ഈ മേഖലയിലുള്ളവരെല്ലാവരും, ഞാൻ ഡോക്ടർ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഇതൊരു ബിസിനസ്സായി കാണുകയാണ്. അത്തരമൊരു കാലത്ത് ഈ മേഖലയിൽ മറ്റു മത്സരങ്ങളൊന്നുമില്ലാത്ത കാലത്ത്, അത് ഡോക്ടറെ ഉള്ളൂ, വേറൊരു മത്സരിക്കാൻ ഒരാളില്ല. അന്നും ഇത് ഈ പ്രൊഫഷനോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായി മെഡിക്കൽ എത്തിക്സിനെല്ലാം ചേർന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനോട് അല്പം കൂടി ഉയർന്ന നിലയിൽ ജനങ്ങളെ സേവിക്കാൻ സാധ്യമാകുന്നു എന്ന് തന്നെ ഏറ്റവും